ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇത് ഞങ്ങളുടെ വിർജീനിയ ട്രിപ്പിൻ്റെ തേർഡ് പാർട്ട് വീഡിയോയാണ്. ഞങ്ങളിപ്പോൾ വിർജീനിയയിൽ റെനോക്ക് എന്ന് പറഞ്ഞൊരു സിറ്റിയിലേക്കാണ് പോകുന്നത്. ഓൺ ദ വേയിൽ ബക്കീസ് എന്ന് പറഞ്ഞ ട്രാവലേഴ്സിൻ്റെ ഒക്കെ ഒരു സെൻറ്റർ കാണാൻ വേണ്ടി ഇറങ്ങി. ഒരു ട്രാവലറിന് വേണ്ട എല്ലാ കാര്യങ്ങളും കിട്ടുന്ന ഒരു ട്രാവലേഴ്സ് പാരഡൈസ് ആണ് ഈ ബക്കീസ്. ഞാൻ എത്തിയപ്പോൾ തന്നെ ഷോക്ക്ഡായി പോയൊരു കാര്യം ഇവിടുത്തെ പെട്രോൾ പമ്പുകൾ കണ്ടിട്ട്. അതായത് ഈ സ്റ്റേഷനിൽ ഏകദേശം 100ഓളം പെട്രോൾ പമ്പുകളുണ്ട്. ഇവരുടെ കൺവീനിയൻസ് സ്റ്റോറും പെട്രോൾ സ്റ്റേഷനും ഒക്കെ വേൾഡിലെ തന്നെ വൺ ഓഫ് ദ ലാർജസ്റ്റ് ആണ്. അവിടെ കയറി കഴിഞ്ഞാൽ പിന്നെ സമയം പോകുന്നത് അറിയത്തില്ല, കാരണം എല്ലാ സാധനങ്ങളും അവിടെ ഉണ്ട്. എന്നെപ്പോലെ വിശപ്പിൻ്റെ അസുഖവും ആക്രാന്തവും ഒക്കെ ഉള്ളവർക്കാണെങ്കിൽ ഈ ബക്കീസ് എന്ന് പറയുന്ന ഈ സ്റ്റോറ് ഒരു സ്വർഗമാണ്. അങ്ങനെ ആ കിട്ടിയ അവസരത്തിൽ ഞാൻ തേരാപ്പാര നടന്ന് കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. നമ്മുടെ ബിനോനോ ചിപ്സ്, പിന്നെ ഞാൻ വേണ്ടതും വേണ്ടാത്തതുമായ എല്ലാ സ്നാക്സും ഫുഡ് ഐറ്റംസും ഒക്കെ എടുത്ത് സന്തോഷമായിട്ട് ഇറങ്ങി. കണ്ടോ, വലിയ പണക്കാരാണെന്ന് തോന്നുന്നു. എന്തൊരു തീറ്റ അതിന് ഭയങ്കരം തന്നെ. പിന്നെ വിശപ്പുണ്ട് കഴിക്കുക. ഇനി താഴെ ചെന്ന് വല്ല ബ്രെഡോ ജാമോ എടുത്ത് കഴിച്ചാലേ വിശപ്പ് മാറുള്ളൂ. അങ്ങനെ അത്യാവശ്യം വിശപ്പൊക്കെ അകറ്റിയിട്ടായിരുന്നു ഞങ്ങൾ റെനോക്കിലേക്ക് തിരിച്ചത്. ഓൺ ദ വേയിൽ നമ്മുടെ നൊസ്റ്റാൾജിക് സോങ്സ് ഒക്കെ ഇട്ട് അടിച്ചു പൊളിച്ചിട്ടായിരുന്നു യാത്ര. അങ്ങനെ ഞങ്ങൾ 2 hours ട്രാവൽ ചെയ്ത് റെനോക്ക് സിറ്റി എത്തി. ഹിൽട്ടണിൻ്റെ അല്ലേ, അപ്പം നല്ലതായിരിക്കുമല്ലോ. അൺപ്ലാൻ ട്രിപ്പ് ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ അവിടെ എത്തിയിട്ടാണ് ഒരു സ്റ്റേ ബുക്ക് ചെയ്തത്. ഹാംപ്ടൺ ബൈ ഹിൽട്ടൺ എന്ന് പറഞ്ഞൊരു ഹോട്ടലായിരുന്നു ഞങ്ങൾ ചൂസ് ചെയ്തത്. നല്ല സേഫ് ആൻഡ് ഗുഡ് ആയിട്ടുള്ളൊരു ഹോട്ടലായിരുന്നു. പിന്നീട് ഞങ്ങൾ അവിടെ ഒരു 1 hour റെസ്റ്റൊക്കെ എടുത്തു. അതിനുശേഷം ഡിന്നറിനായിട്ട് പുറത്തിറങ്ങി. അന്ന് ഇന്ത്യൻ ഫുഡ് കഴിക്കാനായിരുന്നു അമിതമായിട്ട് ഞങ്ങൾക്ക് ആഗ്രഹം തോന്നിയത്. അങ്ങനെ സെർച്ച് ചെയ്ത് നവാബ് ഇന്ത്യൻ ക്യുസീൻ എന്ന് പറഞ്ഞിട്ടൊരു റെസ്റ്റോറൻറ്റ് ചൂസ് ചെയ്ത് അവിടേക്കൊരു 15 to 20 minutes ഡ്രൈവ് ഉണ്ടായിരുന്നു. എനിക്ക് ആരുടെയും സഹായം വേണ്ട. ഞങ്ങളെ അവിടുന്ന് ചൂസ് ചെയ്തത് ടാരിവാല മട്ടൻ കറി വിത്ത് ബസ്മതി റൈസും ചില്ലി ചിക്കനും നാനും ഒക്കെ ആയിരുന്നു. ഈ ഒരു മട്ടൻ കറി പഞ്ചാബിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്തതാണ്, പക്ഷേ UP-യിലും ഹരിയാനയിലും ഒക്കെ ഇത് ഫേമസ് ആണ്. ഞങ്ങൾ വെറുതെ ഒന്ന് വാങ്ങി നോക്കിയതായിരുന്നെങ്കിലും നല്ല ടേസ്റ്റി ആയിട്ടൊരു കറിയായിരുന്നു. അത്രയും ടേസ്റ്റ് ഉള്ളത് കൊണ്ട് തന്നെ ബാക്കി വന്നത് ഞാൻ ടേക്ക് അവേ എടുത്തു, വിശപ്പിൻ്റെ അസുഖം വരുന്ന ഉടനെ കഴിക്കാനായിട്ട്. അപ്പോഴേ ഞങ്ങളുടെ നെക്സ്റ്റ് ഡേ ട്രിപ്പ് അടുത്ത വ്ളോഗിലാണ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. സീ യു അഗെയിൻ. ബൈ.